ഒന്ന് ഐക്യരാഷ്ട്രം എന്നാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? പൊതുസഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഉത്തരം ലണ്ടൻ. ISROയുടെ ആസ്ഥാനം എവിടെ? ISROയുടെ ആസ്ഥാനം എവിടെ? ബാംഗ്ലൂർ. സിന്ധു നദീതട നിവാസികൾ പ്രധാനമായി ആരാധിച്ചിരുന്ന മൃഗം ഏത്? സിന്ധു നദീതട നിവാസികൾ പ്രധാനമായി ആരാധിച്ചിരുന്ന മൃഗം ഏത്? കാള. ഗലീലിയോ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഗലീലിയോ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഇറ്റലി. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ന്യൂഡൽഹി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത്? ത്വക്ക്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആര്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആര്? മഹാത്മാഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ജാതകം തയ്യാറാക്കുന്ന വിദ്യ ഇന്ത്യക്കാർ ആരിൽ നിന്നുമാണ് പഠിച്ചത്? ജാതകം തയ്യാറാക്കുന്ന വിദ്യ ഇന്ത്യക്കാർ ആരിൽ നിന്നുമാണ് പഠിച്ചത്? ഗ്രീക്കുകാർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആര്? ജാതി വേണ്ട മതം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആര്? സഹോദരൻ അയ്യപ്പൻ. നോബൽ സമ്മാനം നേടിയ ആദ്യ അറബ് സാഹിത്യകാരൻ ആര്? നോബൽ സമ്മാനം നേടിയ ആദ്യ അറബ് സാഹിത്യകാരൻ ആര്? നജീബ് മഹ്ഫൂസ്. സിന്ധു നദീതട സംസ്കാരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? സിന്ധു നദീതട സംസ്കാരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജോൺ മാർഷൽ. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സൺയാത് സെൻ. ചൈനീസ് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സൺയാത് സെൻ. തെക്കേ ഇന്ത്യയിൽ അമേരിക്കക്കാർ വികസിപ്പിച്ചെടുത്ത സുഖവാസ കേന്ദ്രം ഏത്? തെക്കേ ഇന്ത്യയിൽ അമേരിക്കക്കാർ വികസിപ്പിച്ചെടുത്ത സുഖവാസ കേന്ദ്രം ഏത്? കൊടൈക്കനാൽ. ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു വാതകം മീഥേൻ. സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം. സ്ഥാനം കൊണ്ടൊരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥാനികോർജം. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. കലാകാരന്മാരിൽ ഏറ്റവും കലാകാരന്മാരും എന്നറിയപ്പെട്ടത്. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരന്മാരും എന്നറിയപ്പെട്ടത്. സോതി തിരുനാൾ. ജില്ലകൾ തിരുവിതാംകൂറിൽ 1949 മുമ്പ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ജില്ലകൾ തിരുവിതാംകൂറിൽ 1949 മുമ്പ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? റവന്യൂ ഡിവിഷൻ. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആര്? 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മേരി ക്യൂറി ജനിച്ച രാജ്യം ഏത്? ഉത്തരം പോളണ്ട്. 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആര്? 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആര്? രാജ് നാരായണൻ. മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ഏത്? മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ഏത്? ബംഗ്ലാദേശ്. കേരള ലിംഗം എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് ആര്? ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് ആര്? VV ഗിരി. തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ്? തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ്? അയഡിൻ. ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏത്? ചൈന. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് എത്ര ലിറ്റർ ആണ്? മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് എത്ര ലിറ്റർ ആണ്? 5 ലിറ്റർ.
തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ആര്? തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ആര്? P.K. കുഞ്ഞനന്ദൻ നായർ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് P.K. കുഞ്ഞനന്ദൻ നായർ. ഗാന്ധിജി പ്രവാസം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം. അന്തരിച്ച നേതാവ് ആര്? ഗാന്ധിജി പ്രവാസം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം. അന്തരിച്ച നേതാവ് ആര്? ഗോപാലകൃഷ്ണൻ ഗോഖലെ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം ക്യൂബ. ലോകത്ത് ആദ്യമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ച രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ച രാജ്യം ഏത്? USA. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 17. ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം. ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം 1888. ലോകത്ത് ആദ്യമായി ഹൃദയ മാറ്റക്രിയ നടന്ന രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി ഹൃദയ മാറ്റക്രിയ നടന്ന രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്ക. ജൽദാപാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ജൽദാപാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്നത് ആര്? കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്നത് ആര്? C. ഹരിദാസ്. ഇംഗ്ലണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നത്? ഇംഗ്ലണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നത്? 17-ാം നൂറ്റാണ്ടിൽ. ജിന്ന ഹൗസ് എവിടെയാണ്? ജിന്ന ഹൗസ് എവിടെയാണ്? മുംബൈയിൽ. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? ജബൽപൂർ. ഹിമാലയത്തിൻ്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകൾ. ഹിമാലയത്തിൻ്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകൾ. ശിവാലിക്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? എറണാകുളം. കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? തകഴി ശിവശങ്കരൻ പിള്ള. ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത്. ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി ആര്? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി ആര്? മെഗസ്തനീസ്. സാരെ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആര്? സാരെ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം.